സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിയെ വരവേറ്റ് കെഎസ്ആർടിസി ബസിന് പള്ളുരുത്തിയിൽ സ്വീകരണമൊരുക്കി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. യുഡിഎഫ് സർക്കാരിന്റെ ജനോപകാരപ്രദമായ എല്ലാ വാഗ്ദാനങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് കെപിസിസി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. പടക്കം പൊട്ടിച്ചും മധുരവിതരണം നടത്തിയും പദ്ധതി ആഘോഷമാക്കി കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും. സ്ത്രീകൾക്കായി കെഎസ്ആർടിസി ബസ്സുകളിൽ നടപ്പാക്കിയ സൗജന്യ യാത്രാ പദ്ധതിയെ വരവേറ്റ് കൊച്ചിയിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സൗജന്യ യാത്രാ ബസ്സിന് സ്വീകരണം നൽകി. യുഡിഎഫ് സർക്കാരിന്റെ പ്രകടന പത്രികയിലെ ഇന്ദിരാ ഗ്യാരണ്ടി വാഗ്ദാനങ്ങളിൽ ഉൾപ്പെട്ട പദ്ധതിയുടെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കെപിസിസി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം കെഎസ്ആർടിസി ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. യുഡിഎഫ് സർക്കാരിന്റെ ജനോപകാരപ്രദമായ എല്ലാ വാഗ്ദാനങ്ങളും സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പടക്കം പൊട്ടിച്ചും വനിതാ യാത്രക്കാർക്ക് മധുരം വിതരണം ചെയ്തുമാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും സന്തോഷം പങ്കുവച്ചത്. മഹിളാ കോൺഗ്രസ് സെൻട്രൽ മണ്ഡലം പ്രസിഡന്റ് ഡാഫിനി ജോസി അധ്യക്ഷയായിരുന്നു. നഗരസഭാംഗം ഗീതാ പ്രഭാകരൻ, കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ എൻ.ആർ. ശ്രീകുമാർ, ബേസിൽ മൈലന്തറ, പി. രാജേഷ്, എ.ജെ. ജെയിംസ്, വിനോദ് തമ്പി, സന്തോഷ് ആലുപറമ്പിൽ, മധു വാർമയിൽ, ടി.വി. രാജേഷ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ദേവിപ്രിയ, മഞ്ജു ടീച്ചർ, ജാൻസി ജോസഫ്, കെ.ജെ. റോബർട്ട്, അമ്മിണിക്കുട്ടൻ, ഷീബ സുനിൽ, റീന, ഷീബ സലാം എന്നിവർ നേതൃത്വം നൽകി. ഇത് കേരളത്തിലെ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടിയാണ്. കേരളത്തിലെ സ്ത്രീകൾ അവരുടെ ചെറിയ വരുമാനത്തിൽ പല സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു നടപടികളുമായിട്ട് അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മളെല്ലാ വീടുകളിലും കയറിയിറങ്ങിയ ഓർമ്മയുണ്ട്. ആ ഗ്യാരണ്ടികൾ ഓരോന്നായി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആശാ വർക്കർമാർ മാസങ്ങളോളം നിയമസഭാ മന്ദിരത്തിൽ സമരം നടത്തി. ആ നിയമസഭാ മന്ദിരത്തിൽ സമരം നടത്തിയപ്പോൾ അതിനൊരു തീരുമാനമുണ്ടാക്കാത്ത ഒരു പിണറായി ഗവൺമെൻറ് ഈ നാട്ടിലുണ്ടായിരുന്നു. അന്ന് നമ്മൾ പ്രഖ്യാപിച്ചു, നമ്മൾ അധികാരത്തിൽ വന്നാൽ ഇവരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ നമ്മൾ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി തന്നെ ആശാ വർക്കർമാരുടെ വേതനം നമ്മൾ വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. ക്ഷേമ പെൻഷൻ ഇന്ന് നമ്മൾ വർദ്ധിപ്പിച്ച് 3000 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അന്ന് അത് കൂടാണ്ട് അന്ന് നമ്മൾ കാര്യം പറഞ്ഞു, നമ്മൾ അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നമ്മൾ നടപ്പാക്കുമെന്ന് പറഞ്ഞു. ആ ദിവസമാണ് ഇന്ന് നമ്മുടെ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിരിക്കുകയാണ്. 3200ഓളം ബസ്സുകളിൽ 7 ടൈപ്പ് ബസ്സുകളിലാണ് ഈ യാത്രാ സൗജന്യമുള്ളത്. ഇവിടെ സോഷ്യൽ മീഡിയ നമ്മൾ പുറപ്പെടുമ്പോൾ ഇതിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകൾ കാണാം. അവർ പറയുന്നത് വനിതകൾക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല, കാലിനെയും സൗജന്യം ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ചരിത്രത്തെ നോക്കി കുട്ടിയാണ് നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.